പ്രേക്ഷകർക്ക് മസ്റ്റർ ഫോർ യു മലയാള യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇഷ്ട വ്യക്തിയെ ഓർത്തത് കാണുക, അവർക്ക് നിങ്ങളോടുള്ള സ്നേഹം തുറന്ന് പറയാൻ പോകുന്നു എന്നുള്ളതിനെക്കുറിച്ചാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വരുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാകുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആ വ്യക്തിക്ക് നിങ്ങളോടുള്ള ഇഷ്ടം തുറന്നു പറയാൻ പോകുന്നു. നിങ്ങൾ ആ വ്യക്തിയുടെ സ്നേഹം കിട്ടാൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു. ആ വ്യക്തിയുടെ ഇഷ്ടം നേടാൻ നിങ്ങൾ ഒരുപാട് മോഹിച്ചിരുന്നു. ആ വ്യക്തി തിരിച്ച് നിങ്ങളെ സ്നേഹിക്കാത്തതിൽ നിങ്ങൾക്കൊരുപാട് വിഷമമുണ്ടായിരുന്നു. എന്തുകൊണ്ട് എന്നെ മാത്രം സ്നേഹിക്കുന്നില്ല? ഒരിക്കലും പോസിറ്റീവായി മനസ്സ് തുറക്കാൻ ആ വ്യക്തി ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല. പലപ്പോഴും നിങ്ങൾ പ്രതീക്ഷ വെച്ച് മുന്നോട്ട് പോയെങ്കിലും യാതൊരു പ്രതീക്ഷയും നേടുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയില്ല. നിങ്ങളെ സംബന്ധിച്ച് വലിയ തരത്തിലുള്ളൊരു ദുഃഖമായിട്ടത് മാറുകയും ചെയ്തു. ആ വ്യക്തിയുടെ ഇഷ്ടം, സ്നേഹം ഒക്കെ നേടാൻ നിങ്ങൾക്ക് കഴിയാതെ പോകുന്ന സാഹചര്യമാണ് പിന്നീടുണ്ടായത്. പല ഘട്ടങ്ങളിലും ആ വ്യക്തിയുടെ ഇഷ്ടം എങ്ങനെയെങ്കിലും സ്വന്തമാക്കാൻ നിങ്ങൾ ആഗ്രഹിച്ചിരുന്നു. പക്ഷെ മനസ്സ് ആ വ്യക്തി തുറക്കാത്തത് കൊണ്ട് തന്നെ ഇഷ്ടമാണോ ഇല്ലേ എന്നറിഞ്ഞില്ല, നിങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞില്ല. പക്ഷേ ആ വ്യക്തിയുടെ ഹൃദയത്തിൽ നിങ്ങളോടുള്ള ഇഷ്ടം തുറന്നു പറയാൻ ആ വ്യക്തി വൈകുകയാണ്. പല കാരണങ്ങളുണ്ട്. നിങ്ങളറിയാത്തത് നിങ്ങളറിയുന്നതുമായ പല കാരണങ്ങൾ കൊണ്ടാണ് ആ വ്യക്തിയുടെ മനസ്സിലുള്ള ഇഷ്ടം നിങ്ങളോട് തുറന്നു പറയാതെ മുന്നോട്ട് പോയത്. പലപ്പോഴും ആ വ്യക്തി ആ ഇഷ്ടം നിങ്ങളോട് തുറന്നു പറയാൻ ആഗ്രഹിച്ചിരുന്നു. പക്ഷേ അതൊന്നും സാധ്യമായില്ല. ആ വ്യക്തിയുടെ മനസ്സിൻ്റെ ഉള്ളിൽ നിങ്ങളോട് തീർത്താൽ തീരാത്ത അത്രയ്ക്കും ഇഷ്ടമുണ്ടായിരുന്നു. ആ ഇഷ്ടങ്ങൾ തുറന്നു പറയാൻ ആ വ്യക്തി ശ്രമിക്കുമ്പോഴൊക്കെ തന്നെ ഓരോരോ പ്രതിസന്ധികളുണ്ടായി. പിന്നീട് ആ വ്യക്തിക്ക് മനസ്സിലായി തൻ്റെ ഉള്ളിലുള്ള ഇഷ്ടം തുറന്ന് പറയാതിരിക്കലായിരിക്കും നല്ലത്. തുറന്ന് പറഞ്ഞാൽ പിന്നെ അതിനൊരു വഴിയും ഉണ്ടാകില്ല. തുറന്ന് പറയാതെ മുന്നോട്ട് പോകുന്നതാണ് നല്ലത് എന്നുള്ള രീതിയിൽ ആ വ്യക്തി മനസ്സിലാക്കി. അതിൻ്റെ ഫലമായിട്ടാണ് ആ വ്യക്തി തുറന്ന് പറയാതെ ഇരുന്നത്. ജീവിതത്തിൽ പല ഘട്ടങ്ങളിലും പല സാഹചര്യങ്ങളിലും നിങ്ങളോടുള്ള ഇഷ്ടം തുറന്ന് പറയാൻ ആ വ്യക്തി ശ്രമിച്ചിരുന്നു. പക്ഷേ ആ ഇഷ്ടക്കൂടുതൽ കൊണ്ട് തന്നെ ആണ് നിങ്ങളോട് അതൊന്നും തുറന്നു പറയായിരുന്നത്. കാരണം നിങ്ങളോടുള്ള ഇഷ്ടം തുറന്നു പറഞ്ഞാൽ നിങ്ങളെ അപായപ്പെടുത്താനോ നിങ്ങളോട് ദേഷ്യം വരാനോ നിങ്ങളോട് വൈരാഗ്യം ഉണ്ടാവാനുള്ള സാഹചര്യം ഉള്ള പല ആളുകളും ആ വ്യക്തിയുടെ അടുത്ത ആളുകളായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടൊക്കെ തന്നെയാണ് ആ വ്യക്തി അത് നിങ്ങളോട് തുറന്ന് പറയാതെ മുന്നോട്ട് പോയത്. ആ വ്യക്തിയുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു, പ്രതിസന്ധികളുണ്ടായിരുന്നു. ആ പ്രതിസന്ധികളെല്ലാം നിങ്ങളോടുള്ള ഇഷ്ടം തുറന്ന് പറയാതിരിക്കുന്നതിന് കാരണമായി. അങ്ങനെ ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികളിലൂടെ കടന്ന് പോയ ഒരു ജീവിതമായിരുന്നു ആ വ്യക്തിയുടേത്. ആ വ്യക്തിയുടെ ഇത്തരത്തിലുള്ള മൗനങ്ങളൊക്കെ കണ്ടപ്പോൾ നിങ്ങൾ വിചാരിച്ച് ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടാകില്ല. പക്ഷേ ഈ വീഡിയോ നിങ്ങൾ കണ്ട് കഴിഞ്ഞതിന് ശേഷം ആ വ്യക്തിക്ക് മനസ്സിലാവും, എനിക്കിഷ്ടമുള്ള വിവരം എൻ്റെ വ്യക്തി, അതായത് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നു എന്നുള്ളത്. നിങ്ങളുടെയും ആ വ്യക്തിയുടെയും ബന്ധത്തിൻ്റെ ആത്മാർത്ഥത തന്നെയാണ് നിങ്ങൾക്ക് ഏറ്റവും ഗുണകരമായി മാറുന്നത്. ജീവിതത്തിൽ എല്ലാ പ്രശ്നങ്ങളെയും എല്ലാ പ്രതിസന്ധികളെയും അതിജീവിച്ചുകൊണ്ട് നിങ്ങൾക്ക് മുന്നേറാൻ കഴിഞ്ഞതും അതുതന്നെയാണ്. ധാരാളം പ്രതിസന്ധികളും ധാരാളം പ്രശ്നങ്ങളും ഉള്ള ആ ജീവിതത്തിൽ നിങ്ങളോടുള്ള ഇഷ്ടക്കൂടുതൽ കൊണ്ട് നിങ്ങൾക്ക് മറ്റൊരു ദുരിതം ആ വ്യക്തി മൂലം ഉണ്ടാകരുത് എന്നുള്ള ആഗ്രഹത്താൽ പ്രതീക്ഷയാലാണ് നിങ്ങളോട് ഒന്നും തുറന്നു പറയാതെ ആ വ്യക്തി മുന്നോട്ട് പോയത്. നിങ്ങളോട് തുറന്നു പറഞ്ഞാൽ നിങ്ങളുടെ നിഷ്കളങ്കമായ സ്വഭാവം മൂലം നിങ്ങളത് ചിലരോടൊക്കെ തുറന്നു പറയും. ആ സാധ്യത ആ വ്യക്തി മുന്നേ കൂട്ടി മനസ്സിലാക്കി. പക്ഷെ ഇപ്പോൾ തുറന്നു പറഞ്ഞാലും കുഴപ്പമില്ല എന്നുള്ളൊരു സാഹചര്യത്തിലേക്ക് എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ വ്യക്തി തുറന്ന് പറയുന്ന
രീതിയിലേക്ക് എത്തുകയാണ്, തുറന്ന് പറയുകയാണ്. നിങ്ങൾക്കും നിങ്ങളുടെ വ്യക്തിക്കും ഏറ്റവും നല്ല ഒരു ജീവിതം പ്രദാനം ചെയ്യുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. എല്ലാ പ്രതികൂല സാഹചര്യങ്ങളിൽ നിന്നും, എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും അതിജീവിച്ചുകൊണ്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അത് ആ വ്യക്തിക്ക് മനസ്സിലാക്കാൻ ഇപ്പോൾ കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് ആ വ്യക്തി അത് തുറന്ന് പറയാനായിട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിലുള്ള ആ ഇഷ്ടം, ആ സ്നേഹം അത് അറിയുകയാണ്, അത് തുറന്നു പറയുകയാണ്. എല്ലാ പ്രതികൂല സാഹചര്യങ്ങളെയും തരണം ചെയ്തുകൊണ്ട്, എല്ലാ പ്രശ്നങ്ങളെയും തരണം ചെയ്തുകൊണ്ട് നിങ്ങൾക്കും നിങ്ങളുടെ വ്യക്തിക്കും മുന്നോട്ട് പോകാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ഒരുപാട് പ്രതീക്ഷകൾ, ഒരുപാട് പ്രശ്നങ്ങൾ അതിജീവിച്ച മനസ്സാണ്, ഒരുപാട് ദുരന്തങ്ങൾ അനുഭവിച്ച ഹൃദയമാണ്, ഒരുപാട് അവഗണനകൾ കിട്ടിയ ഹൃദയമാണ്. പക്ഷെ നിങ്ങളെ കണ്ടപ്പോൾ നിങ്ങളാണ് യഥാർത്ഥ സ്നേഹം നൽകുന്ന വ്യക്തിയെന്ന് മനസ്സിലാക്കി ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുകയാണ്, ഉൾക്കൊള്ളുകയാണ്. അത് നിങ്ങൾക്ക് ഉടൻ അറിയാൻ കഴിയും. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വരുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.